അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചക്കക്കുരു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം നമുക്ക് ചക്കയും ചക്കക്കുരും ഒക്കെ ഒരുപാട് കിട്ടുന്ന സമയമാണ്. അതുമാത്രമല്ല ചക്കയും ചക്കക്കുരും ഒക്കെ ആരോഗ്യത്തിന് ഒരുപാട് നല്ലതുമാണ്. വിഷാംശവും ഒന്നും ഇല്ലാത്ത ഒന്നാണ് ഈ ചക്കയും ചക്കക്കുരും ഒക്കെ. മിക്ക വീടുകളിലും ചക്കയും ചക്കക്കുരും ഒക്കെ ഒരുപാടുള്ളതാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ചക്കക്കുരു വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. കൂഴച്ചക്കയുടെ ചക്കക്കുരു എടുക്കാം, വരിക്കച്ചക്കയുടെ ചക്കക്കുരു എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. നമുക്കിപ്പോൾ ആവശ്യം ഒരു 30 ചക്കക്കുരുവാണ്. അപ്പോൾ സാധാരണ നമ്മൾ ചക്കക്കുരുവിൻ്റെ തൊലിയൊക്കെ കളയുന്നത് കത്തി ഉണ്ടല്ലേ, കുറച്ച് പ്രയാസപ്പെട്ടാണ് ചക്കക്കുരുവിൻ്റെ തൊലിയൊക്കെ നമ്മൾ മാറ്റിയെടുക്കുന്നത്. അപ്പോൾ ഈസി ആയിട്ട് ചക്കക്കുരുവിൻ്റെ തൊലി എങ്ങനെ മാറ്റിയെടുക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 5 ചക്കക്കുരു എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇടികല്ലുണ്ടല്ലോ, നമ്മുടെ വീട്ടിലുള്ള ഇടികല്ലോ എന്തെങ്കിലും കല്ലോ എന്തെങ്കിലും എടുത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒറ്റ പ്രാവശ്യം ഒന്ന് തല്ലിയാൽ മതിയാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തൊലി പൊളിച്ചെടുക്കാൻ പറ്റും, ഒരു പ്രയാസവും ഇല്ല. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് തൊലി കളഞ്ഞെടുക്കാം. അപ്പോൾ ചക്കക്കുരുവിൻ്റെ തൊലിയെല്ലാം പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ ഇടികല്ല് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ച് തൊലിയെല്ലാം മാറ്റി എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ഇനി നമുക്ക് തൊലി മാറ്റിയെടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ ബ്രൗൺ ഭാഗമൊന്നും കളയേണ്ട ആവശ്യമില്ല. ഒരുപാട് വൈറ്റമിൻസ് ഒക്കെ ഈ ബ്രൗൺ ഭാഗത്തിനുള്ളതാണ്. ബ്രൗൺ ഭാഗം കളയാതെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുക. കഴുകിയതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ജസ്റ്റ് ഒരു പ്രാവശ്യം നമ്മൾ കഴുകിയെടുത്ത ചക്കക്കുരു വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ചക്കക്കുരു നമുക്ക് വേവിച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ കുക്കർ മൂടി വെച്ച് ഒരു 3 വിസിൽ കേൾക്കുന്നവരെ ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം ഞാൻ 3 വിസിൽ കേട്ടതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുത്തു. ഇതിൻ്റെ ആവി മുഴുവനും മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറന്നു നോക്കാം. അപ്പം നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പം നല്ല ചൂടാണ്. നമ്മൾ ഇതുപോലെ പ്രസ് ചെയ്ത് നോക്കുന്ന സമയത്ത് നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വെന്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും കുക്കർ മൂടി വെച്ചിട്ട് ഒരു വിസിലും കൂടെ ഒന്ന് കേൾപ്പിക്കാം. ഇപ്പം നല്ല ചൂടല്ലേ, ഇതിൻ്റെ ചൂട് എല്ലാം നന്നായിട്ടൊന്ന് മാറട്ടെ. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നല്ലതുപോലെ ഒന്ന് മാറിയിട്ടുണ്ട്. ഒഴിച്ചു കൊടുത്ത വെള്ളം കറക്റ്റായിരുന്നു. കറക്റ്റ് പാകത്തിലുള്ള വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് വേവിച്ചെടുത്തിട്ടുള്ളത്. കുറച്ച് വെള്ളം മാത്രമേ ബാക്കിയുള്ളൂ. നമ്മൾ വേവിച്ചെടുത്ത് ചൂട് മാറിയ ചക്കക്കുരു ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തോട് കൂടി തന്നെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 10 വെളുത്തുള്ളി അല്ലികൾ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കുറച്ച് വലുപ്പമുള്ള വെളുത്തുള്ളി അല്ലികളാണ്. അപ്പോൾ ചെറുതാണെന്നുണ്ടെങ്കിൽ തീരെ ചെറിയ കനം കുറഞ്ഞ വെളുത്തുള്ളി അല്ലിയാണെന്നുണ്ടെങ്കിൽ ഒരു 20 എണ്ണമൊക്കെ എടുക്കുക. ഇപ്പോൾ ചക്കക്കുരു അല്ലേ, കുറച്ച് വെളുത്തുള്ളിയൊക്കെ കൂടുതൽ ഇരിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ഇതുപോലെ കനം കുറച്ച് ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് കൂടുതൽ എടുക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ചിലർക്ക് കഴിക്കുമ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറി കിട്ടുന്നതിന് നല്ലതാണ്. ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ പച്ചമുളക് ചേർക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് അവരുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടിയും പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ്. ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. ചെറിയ ചെറിയ കഷ്ണങ്ങൾ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ മുളക് പൊടി, മല്ലിപ്പൊടി, വലിയ ജീരകം പൊടിച്ചത്, വേറെ മസാലകളൊന്നും നമ്മൾ ഇതിൽ ചേർക്കുന്നില്ല. കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ ഗരം മസാലയും ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. വേറെ പൊടികളൊന്നും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല. അത്യാവശ്യം എരിവുണ്ട്. എരിവില്ലാത്ത മുളകാണെന്നുണ്ടെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു ടേബിൾ സ്പൂൺ കറിവേപ്പില ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക.
അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഓരോ ടീസ്പൂൺ വീതം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ നേരത്തെ ചക്കക്കുരു അരച്ചെടുത്തപ്പോൾ അതിൻ്റെ കൂടെയാണ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരച്ചെടുത്തിട്ടുള്ളത്. ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാവുന്നതാണ്. അതിനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ലാസ്റ്റിൽ ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഒരു 3 ടേബിൾ സ്പൂൺ വറുത്ത പച്ചരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇടിയപ്പം അപ്പത്തിനൊക്കെ എടുക്കുന്ന ഒട്ടും തരിയൊന്നുമില്ലാത്ത വറുത്തിട്ടുള്ള പച്ചരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതിൽ വേറൊന്നും ചേർക്കുന്നില്ല. കവിച്ച് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ വീട്ടിൽ ചക്കക്കുരുക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ വയറിന് ചക്കക്കുരു, ചിലർക്ക് ചക്കക്കുരുക്കെ കഴിക്കുന്ന സമയത്ത് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളിതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുറച്ചധികം ചേർത്ത് കൊടുത്തതുകൊണ്ട് ആ പ്രശ്നങ്ങളൊന്നും കാണില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അരിപ്പൊടി തന്നെ ചേർത്ത് കൊടുക്കുക, എന്നാൽ മാത്രമേ നല്ല ക്രിസ്പി ആയിട്ട് ഇത് കിട്ടുള്ളൂ. അപ്പം ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഒട്ടിപ്പിടിക്കാൻ നല്ല സ്മൂത്തായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുത്ത അരിപ്പൊടി കറക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ടാണ് ഇത് കിട്ടുന്നതെങ്കിൽ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കുഴച്ചുരുട്ടിയെടുക്കാം. അപ്പോൾ ഇതാ കുഴച്ച് ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഈ ഒരു സമയം ഉപ്പൊക്കെ ഉണ്ടോ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. കയ്യിലൊന്ന് എണ്ണ തടവിന് ശേഷം ഇതിൽ നിന്നും കുറച്ച് മിക്സ് എടുക്കാം. അപ്പോൾ കയ്യിലൊന്ന് എണ്ണ തടവിയിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കുക, അല്ലെങ്കിൽ കൈ ഒന്ന് നനച്ചിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കുകയോ ചെയ്യുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് പരത്തി ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിയിരിക്കുന്നതെല്ലാം ഈ ഒരു രീതിക്ക് നമുക്ക് ഉരുട്ടി പരത്തിയെടുക്കാം. ഇനി നമ്മൾ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഷേപ്പ് ചെയ്തെടുത്ത ഓരോന്നും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇട്ട് കൊടുത്ത് ഉടനെ ഇളക്കരുത്. ഒരു 10-20 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു വശം ഒരു ഗോൾഡൻ നിറാവട്ടെ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. വീട്ടിലുള്ള വളരെ കുറഞ്ഞ സാധനങ്ങൾ മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ ചക്കക്കുരുവൊക്കെ നമ്മുടെ മിക്ക വീടുകളിലും ഉള്ളതാണ്. ഒരു വശം ഒരു ഗോൾഡൻ നിറായിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ചക്കക്കുരുക്കെ വേവിച്ച് ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ഇതുപോലെ സ്നാക്സൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. കുറച്ച് ചേരുവ മാത്രമേ ആവശ്യമുള്ളൂ. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് സമയമൊക്കെ ഉള്ള സമയത്ത് കുറച്ച് ചക്കക്കുരു എടുത്ത് വേവിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് നമുക്ക് സ്നാക്സൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇപ്പോൾ 2 വശവും നല്ലൊരു ഗോൾഡൻ നിറായിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഒട്ടും നല്ല എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. ബാക്കിയിരിക്കുന്നതും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ചക്കക്കുരു വെച്ചിട്ടുള്ള സ്നാക്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പുറത്ത് നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ചക്കക്കുരുവൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്